Hi future doctors. നമ്മുടെ റീനീറ്റിന്റെ റിസൾട്ട്സ് ഒക്കെ വന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും ഡീറ്റെയിൽസ് ഒക്കെ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടാകും. സോ വളരെയധികം സ്റ്റുഡൻസ് ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള കൗൺസിലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് അറിയാം. അപ്പോൾ സ്റ്റേറ്റ് കോട്ട കൗൺസിലിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇനി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ ഈ വർഷം ഒരു സീറ്റ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ നീറ്റ് കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾ ഇന്ത്യ കോട്ട, സ്റ്റേറ്റ് കോട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വരാൻ പോകുന്നത് NCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. അപ്പോൾ നിങ്ങൾ ഇനി നോക്കേണ്ടത് ഏതാണ്? mcc.nic.in എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ വരിക. കാരണം MCC ആണ് കൗൺസിലിംഗ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഓൾ ഇന്ത്യ കോട്ടയിൽ കൊടുക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കുക, കൂടുതൽ റാങ്കുകളിലേക്കുള്ളവർക്ക്, അതായത് 1,00,000 മുകളിലുള്ള റാങ്കുകളിലേക്കുള്ളവർക്ക് പോലും കഴിഞ്ഞ വർഷം ഡിഫറെൻറ്റ് കാറ്റഗറി ബേസ് ആയിട്ട് സീറ്റ്സ് കിട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് കഴിഞ്ഞ വർഷം 2025 MBBS സീറ്റ് ലഭിച്ചത് 27,000 മുകളിലുള്ള റാങ്കിലുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് ലാസ്റ്റ് റൗണ്ടിൽ, 4th റൗണ്ടിൽ. അതേപോലെ SC കാറ്റഗറിയിൽ 1,30,000 മുകളിലും ST കാറ്റഗറിയിൽ 1,70,000 മുകളിലും സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ കൗൺസിലിംഗ് പ്രൊസീജിയറിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഭയങ്കര കുറവാണ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഹോപ്പ് കൈവിടരുത്. ഓഫ് കോഴ്സ് ഈ വർഷത്തെ കട്ട് ഓഫിൽ വ്യത്യാസമുണ്ട്, ഈ വർഷത്തെ റിസൾട്ട്സ് ഡിഫറെൻ്റ് ആണ്, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഡിഫറെൻ്റ് ആണ്. സോ ബട്ട് ഞാൻ ഈ പറയുന്ന ഡേറ്റ ഇസ് പ്യൂർലി ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഇയേഴ്സ് കട്ട് ഓഫ്സ് ആൻഡ് ലാസ്റ്റ് ഇയേഴ്സ് അലോട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ജനറൽ കാറ്റഗറിയിൽ റൗണ്ട് 1 MBBS സീറ്റ്സ് കിട്ടിയത് ഫൈനൽ റാങ്ക് 21,190 ആയിരുന്നു. റൗണ്ട് 4 കഴിഞ്ഞ് സ്ട്രേ റൗണ്ടിൽ ജനറൽ കാറ്റഗറിയിൽ MBBS സീറ്റ് കിട്ടിയത് 27,360 ആയിരുന്നു റാങ്ക്. അപ്പോൾ മക്കൾക്ക് ഡിഫറൻസ് മനസ്സിലായില്ലേ? OBC കാറ്റഗറി നമ്മൾ നോക്കുമ്പോൾ റൗണ്ട് 1 സീറ്റ് കിട്ടിയത് ഫൈനൽ അലോട്ട്മെന്റ് വാസ് 21,452 റാങ്കിനായിരുന്നു കിട്ടിയത്. ആൻഡ് സ്ട്രേ വേക്കൻസിയിൽ 27,421. അപ്പോൾ നമ്മൾ ജനറലും OBC നോക്കുകയാണെങ്കിൽ വലിയൊരു ഡിഫറൻസ് വന്നിട്ടില്ല. പിന്നെ EWS വന്നപ്പം ഫസ്റ്റ് റൗണ്ടിൽ റാങ്ക് കിട്ടിയത് 25,599 ആയിരുന്നു ഫൈനൽ റാങ്ക്. ആൻഡ് സ്ട്രേ വേക്കൻസിയിൽ 30,921 ആയിരുന്നു. ദെൻ കമ്മിങ് ടു SC കാറ്റഗറി, ഇത് കെയർഫുൾ ആയിട്ട് കേൾക്കുക കാൻഡിഡേറ്റ്സ്. ഓൾ ഇന്ത്യ കോട്ടയിൽ റൗണ്ട് 1 ഫൈനൽ റാങ്ക് കയറിപ്പോയത് 1,39,389 ആയിരുന്നു. സ്ട്രേ വേക്കൻസിയിൽ 1,39,123 ആയിരുന്നു ഫൈനൽ റാങ്ക്. പിന്നെ ST കാറ്റഗറിയിൽ റൗണ്ട് 1 ലാസ്റ്റ് സീറ്റ് 1,53,536 വരെയാണ് കയറിയത്. ലാസ്റ്റ് റൗണ്ടിൽ സ്ട്രേ വേക്കൻസിയിൽ 1,79,774 ആയിരുന്നു. സോ ജസ്റ്റ് ബിക്കോസ് യുവർ റാങ്ക് സ്ലോ ഓർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത റാങ്കിലേക്ക് സ്കോറിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഡോണ്ട് ലൂസ് ഹോപ്പ്. അപ്പം ഓൾ ഇന്ത്യ കോട്ടയിലും കൂടി കൗൺസിലിംഗിൽ ട്രൈ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ കൗൺസിലിംഗ് സ്റ്റോപ്പ് ചെയ്യരുത്. പ്ലീസ് മേക്ക് ഷുവർ യു അപ്ലൈ ആൻഡ് യു വെയിറ്റ് ടിൽ ദ ലാസ്റ്റ് റൗണ്ട്. സ്ട്രേ റൗണ്ട് വരെ മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാമെന്നാണ് ഞാൻ പറയുക. ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജസിൽ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിൽ 85% സീറ്റ്സ് സ്റ്റേറ്റ് കോട്ടയിലേക്കും 15% സീറ്റ്സ് ആണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്കും അലോട്ട് ചെയ്യുക. അപ്പോൾ കാറ്റഗറി ബേസ്ഡ് ആയിട്ട് നമുക്ക് സീറ്റ് ലഭിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര കൂടുതലാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ആ ഡേറ്റയും ഈ വർഷത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പം ഒരു 27,000 ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത്. 27,300 സംതിങ് ആണ് ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്നത് ഫൈനൽ. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് 30,000 മുകളിലൊക്കെ റാങ്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് AR കിട്ടും എന്നുള്ളത്. സോ അതനുസരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ കൗൺസിലിംഗ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. ആൻഡ് സ്റ്റേറ്റ് കോട്ട അറിയാലോ, സ്റ്റേറ്റ് കൗൺസിലിംഗ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷവും തന്നെ thousands ഓഫ് സീറ്റ്സ് അപ്ഗ്രേഡഡ് ആവാറുണ്ട്. അതായത് ഇപ്പോൾ റൗണ്ട് 1 നടന്നില്ലെങ്കിലും സ്ട്രേ റൗണ്ട് ഒക്കെ ആകുമ്പോഴേക്കും സീറ്റ് കിട്ടി പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ റൗണ്ട് 1 നിർത്താണ്ട് ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും ഒക്കെ ബേസ് ചെയ്തിട്ട് ഇഫ് യു ആർ വില്ലിംഗ് പ്ലീസ് കണ്ടിന്യൂ ദ കൗൺസിലിംഗ് ടിൽ ദ സ്ട്രേ റൗണ്ട്. പ്ലീസ് വെയിറ്റ്, യു മൈറ്റ് ഗെറ്റ് എ സീറ്റ്. പിന്നെ ഇനിയിപ്പം ഓൾ ഇന്ത്യ കോട്ടയിൽ നിങ്ങൾ കൗൺസിലിങ്ങിന് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണ്? What I want to tell you is make a list of your choices. കാരണം നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ചോയ്സസ് ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എല്ലാ കുട്ടികളോടും ഞാൻ എല്ലാ വർഷവും പറഞ്ഞു കൊടുക്കുന്നത് ഡോണ്ട് റെസ്ട്രിക്റ്റ് യുവർ സെൽഫ് ടു യുവർ ഓൺ സ്റ്റേറ്റ്. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ പഠിക്കുന്നുള്ള ഒരു ഇതിൽ നിൽക്കാണ്ട് ഇഫ് യു ആർ റെഡി ടു എക്സ്പ്ലോർ പ്ലീസ് മേക്ക് ഷുവർ. ഇന്ത്യയിലെ തന്നെ നമുക്ക് ഒരുപാട് അനവധി ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക, നല്ലൊരു റിസർച്ച് ചെയ്യുക, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും വെബ്സൈറ്റിൽ പോയി നോക്കുക. NMC റേറ്റിംഗ് നമുക്ക് നോക്കാം. അങ്ങനെ പല റേറ്റിംഗ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഗോ ടു ദിസ് തിങ്. വാച്ച്
എ ലോട്ട് ഓഫ് വ്ളോഗ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു സ്റ്റഡി ഇൻ ദെയർ കോളേജ്. ഓൾറെഡി അവിടെയുള്ള MBBS സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് യൂട്യൂബ് വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ടാകും. എങ്ങനെയാണ് ക്യാമ്പസ് ലൈഫ്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള വ്ളോഗ്സ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസ് ഒക്കെ കാണുക. അങ്ങനെ എല്ലാ ഒരു ഒപ്പീനിയനും നോക്കിയതിന് ശേഷം നിങ്ങളൊരു ലിസ്റ്റ് ഓഫ് കോളേജസ് ഉണ്ടാക്കുക ഫോർ ചോയ്സ് ഫില്ലിംഗ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാർക്കും റാങ്കും ഒക്കെ വെച്ചിട്ട് ഇപ്പം നമുക്ക് ഒരുപാട് റാങ്ക് പ്രെഡിക്റ്റേഴ്സും സീറ്റ് പ്രെഡിക്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് യു ക്യാൻ യൂസ് ChatGPT, യു ക്യാൻ യൂസ് ജെമിനി. ഓക്കെ, നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും നിങ്ങളുടെ മാർക്കും വെച്ചിട്ട് നിങ്ങൾ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? യു ക്യാൻ യൂസ് ടെക്നോളജി ഫോർ ഗെറ്റിംഗ് ഓൾ ദിസ് ഇൻഫർമേഷൻ. പിന്നെ നിങ്ങളുടെ മെന്റേഴ്സിനോടും ടീച്ചേഴ്സിനോടും ഒക്കെ സംസാരിക്കുക. ആൻഡ് ആഫ്റ്റർ കൺസൾട്ടിങ് എവറിബഡി യു മേക്ക് എ ലിസ്റ്റ് ഓഫ് കോളേജസ് ഫോർ ചോയ്സ് ഫില്ലിംഗ്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ ആ കൺഫ്യൂഷൻസ് ഉണ്ടാവരുത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കോടെ നമ്മളുടെ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട, ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിന് വേണ്ടി റെഡിയാക്കി വെക്കേണ്ട ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് ഇതൊക്കെയാണ്. യു നീഡ് യുവർ നീറ്റ് സ്കോർ കാർഡ്, യുവർ നീറ്റ് UG അഡ്മിറ്റ് കാർഡ്. പിന്നെ യു നീഡ് യുവർ വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, ലൈക്ക് ആധാർ കാർഡ് ആകാം, പാസ്പോർട്ട് ആകാം, പാൻ കാർഡ്, ഡ്രൈവേഴ്സ് ലൈസൻസ്. ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. യുവർ ക്ലാസ് 10 സർട്ടിഫിക്കറ്റ്, യുവർ ക്ലാസ് 12 മാർക്ക് ഷീറ്റ്, യുവർ പാസിംഗ് സർട്ടിഫിക്കറ്റ്. പിന്നെ ഒരു 8 to 10 റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വേണം. അത് നിങ്ങൾ നീറ്റ് ആപ്ലിക്കേഷന്റെ സമയത്ത് യൂസ് ചെയ്ത ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് തന്നെ സെയിം വൺ തന്നെ യൂസ് ചെയ്യുക. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡിമാൻഡ് ചെയ്യും. അത് നിങ്ങൾക്ക് കൗൺസിലിംഗ് ടൈമിൽ വേണമെങ്കിലും അത് ഒബ്റ്റെയിൻ ചെയ്യാം. ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കണം. പിന്നെ റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് OBC NCL സർട്ടിഫിക്കറ്റ് വേണം, ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആൻഡ് അവിടെ അതേ ഫോർമാറ്റിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് ഗവൺമെന്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമാറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. EWS സർട്ടിഫിക്കറ്റ്, SC/ST കാറ്റഗറി സർട്ടിഫിക്കറ്റ്, PWD സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിസൈൻഡ് ബൈ ദ ഡെസിഗ്നേറ്റഡ് ഡിസബിലിറ്റി അസസ്മെന്റ് സെന്റേഴ്സ്, റെക്കഗ്നൈസ്ഡ് ബൈ MCC ആൻഡ് NMC. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ NRI കാൻഡിഡേറ്റ്സ് അവരുടെ NRI സ്പോൺസർഷിപ്പ് ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ക്യാരി ചെയ്യണം. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ റെഡിയാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ്. അപ്പം നിങ്ങൾക്കറിയാലോ, ഇതിൽ ഏതെങ്കിലും ഡോക്യുമെന്റ് നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടൈം നൗ. അപ്പം ഏതെങ്കിലും ഒക്കെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആകാം, PWD കാൻഡിഡേറ്റ് സർട്ടിഫിക്കറ്റ് ആകാം, OBC NCL ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റോ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾക്ക് റെഡി അല്ലെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു കീപ് ദാറ്റ് ഡോക്യുമെന്റ് റെഡി. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് മിനിറ്റ് വരെ എല്ലാം ഇതൊക്കെ റെഡിയാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് MCCയുടെ വെബ്സൈറ്റിൽ തന്നെ വരും. അപ്പം അവിടെ യു സ്റ്റേ അപ്ഡേറ്റഡ്. ആൻഡ് ഓൾസോ നമ്മൾ നമ്മുടെ ചാനലിൽ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ യു ക്യാൻ സ്റ്റേ ട്യൂൺഡ്. സോ ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിംഗിന് റിലേറ്റഡുള്ള ഓൾമോസ്റ്റ് ഓൾ ഡീറ്റെയിൽസ് മിസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കൗൺസിലിംഗ് പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. So I hope this information was helpful. All the very best for your counseling. Good luck.